കാലുമാറ്റത്തിലൂടെ മാറ്റിമറിച്ചത്. അവിടെ ഒരു ഏകാധിപത്യത്തിന്റെ പൂർണ്ണതയാണ് BJP നടപ്പിലാക്കിയത്. അതിന്റെ ഇരയാണ് കോൺഗ്രസ് എന്നാണ് നാരായണസ്വാമി പറഞ്ഞത്. ഇതുതന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയും 6 മാസം മുമ്പ് പറഞ്ഞത്. ഏറ്റവും ദയനീയമായ ഒരവസ്ഥയിൽ ശ്രീ രാഹുൽ ഗാന്ധി ചെന്നെത്തി. പുതുശ്ശേരിയിലെ ഈ കാലുമാറ്റം പോലും തടയാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി. ആ നിലയിൽ പരാജയപ്പെട്ട ഒരു കേന്ദ്ര നേതൃത്വം കേരളത്തിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായിട്ട് നടത്തുന്ന പ്രസ്താവനകളും വസ്തുതകളെ മറച്ചുവെച്ചു നടത്തുന്ന പ്രസംഗങ്ങളും ജനങ്ങൾ നിരാകരിക്കും എന്നത് നിസ്തർക്കമാണ്. ഇടതുപക്ഷവും BJPയും ഒത്തുകളി നടത്തുന്നു എന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും മികച്ച തമാശകളിലൊന്ന്. നമുക്ക് അനുഭവമാണല്ലോ സാക്ഷ്യമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ എന്താണ് കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. BJPയെ കരുത്തോടുകൂടി നേരിടുന്നതിൽ ആ പാർട്ടി കാണിക്കുന്ന അയവേറിയ സമീപനമാണ് BJPക്ക് വളരാനും ശക്തി നേടാനും സഹായകരമായ പശ്ചാത്തലം ഒരുക്കി. വയനാട്ടിൽ വന്നിട്ട് ഇപ്പൊ കൃഷിക്കാർക്ക് വേണ്ടി ട്രാക്ടർ റാലി നടത്തി ഈ രാഹുൽ ഗാന്ധി. അവിടെ 7,000 കോടി രൂപയുടെ പാക്കേജ് ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. വയനാട്ടിൽ പോയി യഥാർത്ഥത്തിലൊരു യാത്ര നടത്തിയാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒന്ന് കണ്ടാണ്. ഈ വയനാട് ജില്ലയിൽ മാത്രം 2,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ. ഒരു പകുതി ജില്ലയിലെ 3 മണ്ഡലങ്ങളാണ് അവിടെ ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത്. 2,000 കോടി രൂപ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനം. പുതിയൊരു മെഡിക്കൽ കോളേജ് അവിടെ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് നടത്തിയ ഈ വികസന പ്രവർത്തനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളാണ് ഇവിടെ വന്ന് ഈ ചെന്നിത്തല പറയുന്നത് പ്രസംഗിച്ച് തിരിച്ചുപോകുന്നത്. കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാടായി പോയി. മൗലികമായ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ പോയി. ജോലി കിട്ടണമെങ്കിൽ കേരളത്തിലൊന്നും അത് ഇവിടെ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെയാണ് ജോലി എടുക്കുന്നത്. കൂടുതൽ തൊഴിൽ മേഖലയെ, വ്യത്യസ്തങ്ങളായ തൊഴിലുകളെ നമ്മൾ PSCക്ക് വിടുകയാണ് ചെയ്തത്. പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ പുതിയ മേഖലകളിൽ PSC വഴി നിയമനം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 1000 PSC ലിസ്റ്റുകൾ അധികമാണ് കഴിഞ്ഞ ഗവൺമെന്റിനേക്കാളും ഈ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചത്. വസ്തുത ഇതായിരിക്കെ രാഹുൽ ഗാന്ധി കേരളത്തിലെ ആളുകൾ എല്ലാം മറക്കുമെന്ന് തെറ്റിൽ ധരിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ നിയമനത്തിന് മാത്രമല്ല സ്ഥലംമാറ്റത്തിനും ഇവിടെ പണം വാങ്ങിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അഴിമതി മുങ്ങിയ സർക്കാരിന്റെ കാലത്തെ കറുത്ത ദിവസങ്ങളെ ഈ കേരളം മറന്നിട്ടില്ല. 2ാം UPA ഗവൺമെന്റിന്റെ കാലത്ത് വലിയ അഴിമതികളാണ് ഇന്ത്യയിൽ നടന്നതെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ UPA ഗവൺമെന്റിന്റെ അഴിമതികളാണ്, 2ാം UPA ഗവൺമെന്റിന്റെ അഴിമതികളാണ് നമ്മുടെ BJPക്ക് തന്നെ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേക്ക് വരാൻ അവസരം ഒരുക്കി കൊടുക്കും. ഇതൊക്കെ രാഹുൽ ഗാന്ധി മറന്നു പോകരുത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു UDFന്റെ നേതൃത്വത്തിലുള്ള അഴിമതിയുടെ ആ കാലം ആവർത്തിക്കരുത് എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കേരളത്തില്
എല്ലാവർക്കും സൗജന്യ ചികിത്സ ഒരു പ്രകടന പത്രികയിൽ എഴുതി ഇവരിവിടെ ഉറപ്പാക്കുന്നതാണ് UDF. ഒന്നാമത് പ്രകടന പത്രികയുടെ ഒരു ബഹുമാനവും UDF കാണിക്കാറില്ല. ചരിത്രത്തിൽ ആദ്യമായി പ്രകടന പത്രികയിലെ 99% ഇടതുപക്ഷം പൂർത്തീകരിച്ചപ്പോഴാണ് ജനങ്ങളൊക്കെ ഒരു പ്രകടന പത്രിക വാങ്ങി പോക്കറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. അത് കേരളത്തിന്റെ ഒരു ഗുണം. എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊടുക്കുന്ന കേരളത്തിൽ ഇനി രണ്ടാമതൊരു സൗജന്യ ചികിത്സ എങ്ങനെയാണ് കൊടുക്കുക എന്ന് വ്യക്തമാക്കേണ്ടതാണ്. കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ആരോഗ്യ സംവിധാനമുള്ളത്. ഈ ഗവൺമെന്റ് എല്ലാ താലൂക്ക് ആശുപത്രികളിലും സ്പെഷ്യലൈസ്ഡ് ആയ ചികിത്സ ഉറപ്പാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കോവിഡ് പോലെയുള്ള ഒരു രോഗത്തിന് അനേക ലക്ഷം രൂപയുടെ ചികിത്സ തന്നെ സൗജന്യമായി എല്ലാവർക്കും നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഇപ്പൊ രണ്ടാമത് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന നടത്തി സ്വയം എന്താ പറയാ, ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ കാണിക്കേണ്ട ആ ഒരു അളവ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഈ കേരള യാത്രയിലും തുടർന്നുണ്ടായ പ്രസംഗങ്ങളിലും, വിശേഷിച്ച് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വിമർശിക്കുന്നതിൽ കാണിച്ച ആ കരവിരുതിലും നമുക്ക് കാണാൻ കഴിയും. അത് നിർഭാഗ്യകരമാണ്. കേരളത്തിലെ ജനങ്ങൾ രാഹുൽ പറഞ്ഞത് നിരാകരിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത്. ഔട്ട്ലുക്ക് രാഹുൽ ഗാന്ധി അമേഠിയിലെ MP ആയിരുന്നപ്പോൾ പ്രസിദ്ധീകരിച്ച ഒരു കണക്ക് വെച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ 14 മണിക്കൂർ കറണ്ട് ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ദിവസത്തിൽ. 957 മുതൽ 10 തവണ കോൺഗ്രസ് ജയിച്ച് വികസന മുന്നേറ്റം ഈ നിലയിലെത്തിയപ്പോഴാണ് ജനങ്ങൾ അവിടെ നിരാകരിച്ചതായിരുന്നു. ഇവിടെ 24 മണിക്കൂർ എല്ലാ സ്ഥലത്തും കറണ്ട് കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഗതികെട്ട കാലത്തിന്റെ പ്രസിദ്ധിയുടെ വാക്കായി ചുരുങ്ങി പോവുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. വികസന ജാഥയ്ക്ക് കിട്ടുന്ന വലിയ സ്വീകരണങ്ങൾ ആ നിലയിലുള്ള ജനപിന്തുണ ഇടതുപക്ഷത്തിന് നൽകുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. നല്ല നിലയിലുള്ള സ്വീകാര്യത നമ്മുടെ ഈ ജാഥക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജാഥാംഗങ്ങളും ഈ രാഷ്ട്രീയം നല്ല നിലയിലാണ് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ജനങ്ങളത് വളരെ അതീവ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തെ തീവ്ര വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ UDF തമ്മിലുണ്ടായ ഐക്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ നിശബ്ദതയാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കേട്ടത്. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് ചുരുങ്ങിപ്പോയി രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ കാലികമായ വിഷയങ്ങളിൽ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് രാഹുലിന്റെ വരവോടെ കോൺഗ്രസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് പറഞ്ഞു, PSC സമരം വരെ അവർ എണ്ണി പറഞ്ഞാണ് രാഹുൽ തിരുവനന്തപുരത്തെ പ്രസംഗം നടത്തുന്നത്. ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അവരുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് കോൺഗ്രസ് അടുത്ത ലാപ്പിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ LDF പ്രചാരണത്തിൽ. ഇത്രയും ദിവസം കോൺഗ്രസ് കേരളത്തിൽ വിശ്രമത്തിലായിരുന്നു. വലിയ ആക്രമണം നടത്തുമ്പോൾ ചിലപ്പോൾ കളിക്കാർ ഗ്രൗണ്ടിൽ വീണു പോകും. അല്ലാത്ത അറ്റാക്കും കുറെ മനസ്സിൽ പരിക്കരുത്. കാരണം അപ്പുറത്തുള്ള ഡിഫൻസ് കട്ടായാൽ പരിക്കേൽക്കാറുണ്ട്. അപ്പൊ പിന്നെ റിസർവ് കളിക്കാരെ ഇറക്കാറും. അങ്ങനെയാണല്ലോ നമ്മുടെ ചെന്നിത്തലയിലെ അറ്റാക്ക് പോരാ എന്ന് കരുതിയിട്ട് റിസർവ് ബെഞ്ചിലിരുന്ന ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് കളിക്കരുത്. ഇവരൊക്കെ പഴയ പടക്കുതിരകളാണ്. ഗ്രൗണ്ടിലേക്ക് പുതിയ കളിക്കാർക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ കോൺഗ്രസിന് നല്ല പരിചയമാണ്
പണ്ട് ലീഗ് ചാമ്പ്യന്മാരായിരുന്നു. ഇപ്പൊ 2ാം ഡിവിഷനിലാണ് കളിക്കുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങള് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ UDF പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രചാര വേലകളൊന്നും കേരളത്തിൽ ചെലവായിട്ടുണ്ട്. കർമ്മനിരതമായ ഒരു ഭരണം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ വലിയ നേട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുക. അതിനെ നിഷ്പ്രഭമാക്കാനുള്ള ഒരു മരുന്നും ഇപ്പൊ അവരുടെ കയ്യിലില്ല. ഇപ്പൊ ജാഥ തുടങ്ങിയപ്പോൾ തന്നെ UDF നേതാക്കൾ പറഞ്ഞത് അങ്ങേക്ക് BJPയുടെ സ്വരമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ളത് കൂടെ നേരത്തെ BJPക്കാർ പറഞ്ഞ അതേ ആരോപണങ്ങളാണ് ഇപ്പോൾ അങ്ങ് ഉന്നയിക്കുന്നത്. അല്ല, പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. BJP കോൺഗ്രസ് സഖ്യം നിലനിൽക്കുന്നവര് സംസ്ഥാനത്ത് നിരന്തരമായി ആ സഖ്യം വിവിധ തെരഞ്ഞെടുപ്പുകളിൽ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്നിട്ട് പിന്നെ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ ആക്രമിക്കുമ്പോൾ പിന്നെ ഞങ്ങളൊക്കെ കയ്യും കെട്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഞങ്ങളെ ആക്രമിക്കാം എന്ന് പറഞ്ഞിരിക്കുമോ? രാഹുൽ ഗാന്ധി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാനുള്ള വലതുപക്ഷ ഗൂഢാലോചനയുടെ പ്രതിനിധിയായാണ് കേരളത്തിൽ വന്നത്. ഈ ഗവൺമെന്റിനെതിരായി നിൽക്കുന്ന കോർപ്പറേറ്റ് ശക്തികളുടെ കൂടി വാക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിന് അതിന്റെ പൊള്ളത്തരത്തെ വിമർശിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്ക് എന്താ ഇളവുണ്ടോ? ഈ രാഹുൽ ഗാന്ധി സ്വാഭാവികമായി ഇപ്പോ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ പറയുന്നു, സർക്കാരിനെ അറ്റാക്ക് ചെയ്തു. കേന്ദ്ര ഏജൻസികൾ, അതായത് EDSM അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ഒരു ഫാനായി രാഹുൽ മാറി എന്നുള്ള അഭിപ്രായമുണ്ടോ? കേന്ദ്ര ഏജൻസികളുടെ ആരാധകനായി അദ്ദേഹം മാറി എന്നുള്ള അഭിപ്രായം സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ? അവസരവാദം സംസാരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. വിദ്യാനത്തെ പത്രം, ഹിന്ദു പത്രത്തിന്റെ 1ാം പേജിൽ നിങ്ങൾ നോക്കൂ. ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് കോൺഗ്രസിന്റെ നിലപാടല്ലേ അതില് പറഞ്ഞത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഇന്ന് കരയുന്നത് കണ്ടില്ലേ? കേന്ദ്ര ഏജൻസികൾ എന്റെ ഗവൺമെന്റിനെ കൊണ്ട് പോയി ആ ഇവിടെ വന്ന് വരുന്ന നേരത്തെ ഒന്ന് അവിടെ ഇറങ്ങിയാൽ മതി. ആ പോണ്ടിച്ചേരിയിൽ ഇറങ്ങിയിട്ട് പോകുന്ന MLA-മാർ തടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കരുത്ത് നമുക്ക് ബോധ്യപ്പെടും. അവിടെയൊക്കെ നിസ്സഹായനായിട്ട് നിന്നിട്ട് ഇവിടെ വന്ന് പിണറായിക്കെതിരായിട്ട് ഗിരിപ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല. ഈ ആഴക്കടൽ മത്സ്യബന്ധന കാര്യത്തിന് പിന്നുള്ളത് KCBC ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ സമരം നടന്നു. ഇത് കൂടുതലും വ്യക്തത സർക്കാർ കുറച്ചുകൂടെ ആവർത്തിച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 5000 കോടി രൂപയുടെ കരാർ റദ്ദാക്കുന്ന അഭ്യൂഹങ്ങളുണ്ട്. എന്താണ് അക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നത്? അല്ല, സർക്കാരിനൊരു ആശയക്കുഴപ്പമില്ല. സർക്കാർ അതിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കി. ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് കേരള സർക്കാരിന് ഒരു വ്യക്തമായ നിലപാടില്ല. അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതാണ്. കേരളത്തിന്റെ അധികാരം 12 മൈൽ വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. അവിടെ മത്സ്യബന്ധനം നടത്താൻ കോർപ്പറേറ്റുകൾക്കും അവരുടെ മത്സ്യ ബന്ധനയാനങ്ങൾക്കും അവസരം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് ചെയ്തതാണ്. ഈ ആഴക്കടലില് മത്സ്യബന്ധനം നടത്താൻ ട്രോളറുകളെ അനുവദിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അവരുടെ നയമാണ്. ഈ നയം മാറ്റണമെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ നിലപാട്. ആ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ നയത്തിന്റെ പിതാക്കന്മാരാണ് നമ്മളുടെ UDF. ഒന്നുകൂടി ആവർത്തിച്ച് ചോദിക്കുക, ഈ വിഷയത്തിൽ സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒപ്പമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? വീണ്ടും ഈ ചോദ്യം ചോദിക്കാം. ഉത്തരം ഞങ്ങൾ എടുത്തിട്ടില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവ് പ്രശാന്ത് ഒപ്പുവെച്ച് MOU ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം. ഉദ്യോഗസ്ഥന് മാത്രം പറ്റിയൊരു വീഴ്ചയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു തലത്തിൽ ജാഗ്രത കുറവുണ്ടായിരുന്നു? അതന്നെയാണ് ഇത് ഗവൺമെന്റിന്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കാര്യമില്ല. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമില്ല. അത് ഗവൺമെന്റിന്റെ മുന്നിലെത്തുന്നത് എപ്പോഴും അതൊരു വലിയ കരാറിലേക്ക് പോകുന്നതാണ്. അപ്പോഴാണ് അതിന്റെ ബാക്കി സാങ്കേതിക വിഷയങ്ങൾ എല്ലാ കാലത്തും ചർച്ച ചെയ്യാം. മറ്റതിപ്പോ MOU എന്നുള്ളത് ഇത്തരം മറൈൻ പിന്നെ യന്ത്രങ്ങളും മറൈൻ മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം അവരുടെ ആ മേഖലയെ വിപുലീകരിക്കാൻ ഒരു MOU ഒപ്പിട്ടു. അതിപ്പോ ഗവൺമെന്റ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ
അത് ഗവൺമെന്റാണ് പരിശോധിക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥൻ നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് കേൾക്കും. അതൊന്നും ഗവൺമെന്റ് അങ്ങനെ പരിശോധിച്ചു നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അത് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു. അത് പിന്നെ ആ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ പൊതുവെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ വഴി നൽകുന്ന. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതിന് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുക. അത് വ്യക്തമായ നിലപാടാണ്. ഒരുതരം കരാറും ആ നിലപാടിനെ ലംഘിക്കുന്ന തരത്തിൽ കേരളത്തിലുണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നതോടുകൂടി അത് അവസാനിച്ചു. ഞാനത് പൂർത്തീകരിക്കട്ടെ. വീണ്ടും 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 ആ ചോദ്യം ചോദിച്ചിട്ട് സർക്കാരിന്റെ നയം അറിയാത്ത ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവിക സർക്കാരിന്റെ നയമല്ല എന്നാണ് വിശദീകരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്നാണ് ചോദിക്കുന്നത്. എന്റെ ഉദ്യോഗസ്ഥൻ ഇതിന് മുമ്പിനോട് ഇരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണല്ലോ ഉദ്യോഗസ്ഥൻ. ഉദ്യോഗസ്ഥൻ ഒരു MOU ഒപ്പിട്ടു. MOU ഒരു കരാറാക്കുന്നതിന് വേണ്ടി വിശദാംശങ്ങളിലേക്ക് പോയി. MOU എത്ര MOU ഒപ്പിട്ടുണ്ടോ? MOU എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ഒരു ആശയവിനിമയമാണ്. നിക്ഷേപ സംഗമങ്ങളിൽ സാധാരണ ധാരാളം MOU ഒപ്പിട്ട് പോയിട്ടുണ്ട്. ഞാൻ നിലയെ പറയട്ടെ, നമ്മളെ ജിം എന്ന് പറഞ്ഞിട്ടൊരു ഉത്സവം ഈ ഇവിടെ നടത്തിയിരുന്നു. പിന്നെ കാലത്ത് എത്ര MOU ആണ് ഒപ്പിട്ടത്? MOU ഒപ്പിടുന്നത് അപ്പോഴത്തെ ഒരു സാധ്യത നമ്മുടെ മൂലധനം ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം എന്നിട്ട് നിലയ്ക്കാണ് ധാരണാപത്രങ്ങൾ ഒപ്പിടുന്നത്. ധാരണാപത്രം എന്ന് പറഞ്ഞാൽ അത് നിയമപരമായി ബാധ്യതപ്പെട്ട ഒരു സംഭവമല്ല, ഒരു ധാരണാപത്രമാണ്. അപ്പോൾ അത് വെച്ച് വിശദാംശങ്ങൾ പഠിക്കുമ്പോഴാണ് ആ സ്ഥാപനങ്ങൾ അതിന്റെ സ്വഭാവം, അതിന്റെ സാധ്യത, നിയമപരമായ കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങൾ ഇതേയാകെ പരിശോധിക്കുക. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. എടുക്കാത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ നിങ്ങൾ പിന്നെ ട്രോളർ വരുന്നു, പിന്നെ ആ ട്രോളറെല്ലാം കടലിൽ ഇറങ്ങി കഴിഞ്ഞ് മീൻ പിടുത്തം തുടങ്ങി എന്നുള്ള മാതിരി നമ്മളിപ്പോ ഇതിനെ പിന്നെ വലുതാക്കി വിപുലീകരിക്കുന്നത് അതിനൊരു രാഷ്ട്രീയം ഉണ്ടാവും. മുരളീധരൻ പറഞ്ഞത് EFCCയുടെ സാധ്യതകളെ കുറിച്ച് കേന്ദ്ര സർക്കാർ കത്തയച്ചു. ആ കമ്പനിയെ കുറിച്ച് അത് തെറ്റായ ശരിയല്ല എന്നുള്ള വിവരം സർക്കാരിന് അറിയിച്ചെന്നുമാണ്. ഈ അറിയിപ്പ് ഉണ്ടായിട്ടും സർക്കാർ ധാരണയിലേക്ക് വന്നു എന്നാണ് ഈ മുരളീധരൻ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത്. മുരളീധരൻ പറഞ്ഞല്ലേ, മുരളീധരൻ എല്ലാ ദിവസവും ഇങ്ങനെ കുറെ ആരോപണം ഉന്നയിക്കാം. അത് പിന്നെ ആരോപണങ്ങളായിട്ട് അദ്ദേഹം മന്ത്രിയാകുന്ന മുതൽ അദ്ദേഹം ചെയ്യുന്നൊരു ജോലി ഭരണ നിർവഹണത്തിലൊന്നും വലിയ പങ്ക് വരുന്നില്ല. അവിടെ അധികം ജോലിക്കാർക്കുണ്ടായി അവിടെ എനിക്ക് പറയാൻ വയ്യ. ഇവിടെ നന്നായിട്ട് നമ്മളെ വിമർശിക്കുന്ന ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDFനെയും പിണറായി വിജയനെ പ്രത്യേകിച്ചും വിമർശിക്കാനുള്ള വകുപ്പ് ഉള്ള ഒരു മന്ത്രി എന്നെ നമ്മളത് കണ്ടുള്ളൂ. ഇതിലും അങ്ങനെ ഉണ്ടാവും. മുരളീധരൻ പറയുന്നതല്ലേ, അതത്രയായിരിക്കും രാഷ്ട്രീയ ഉദ്ദേശത്തോട് പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടത്തുന്ന കാര്യത്തിലുണ്ടോ? ഈ കമ്പനിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്താൻ ഒരു MOU ഇല്ലേ, MOU നിരാകരിക്കുക, അതിന്റെ ഒരു പിന്നെ വസ്തുതകൾ ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിലെ എല്ലാ വസ്തുതയും ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത്ര മതി. എന്റെ മതി, ഇവിടെ മതി. ഒരു കാര്യം, തിരുവനന്തപുരത്ത് 2 ബ്രാഞ്ച് കമ്മിറ്റികൾ പൂർണ്ണമായും BJPയിലേക്ക് പോയി എന്നൊരു വാർത്തകളുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കഴിഞ്ഞ ദിവസത്തെ രസകരമായ സംഭവം തോട്ടത്തിന്റെ രവീന്ദ്രനായിരുന്നു. കോഴിക്കോട് മുൻ മേയർ തോട്ടത്തിന്റെ രവീന്ദ്രനെ BJP സംസ്ഥാന കാണുന്നുണ്ട്. പിന്നീട് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാത്ത സന്ദർഭങ്ങൾ പറഞ്ഞ് ഇപ്പൊ 2 ബ്രാഞ്ച് കമ്മിറ്റികൾ പോകുന്നു. എങ്ങനെയാണ് ഈ BJPയുടെ ഇടപെടലുകൾ കാണുന്നത്? ഈ കൊഴിഞ്ഞുപോക്ക് എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്കൊന്നും CPMല് ഇല്ല. ഒന്നാമതായിട്ട് പിന്നെ ഇതൊരു പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നു. ആ ഒരു വാർത്തയുടെ നിജസ്ഥിതിയെ സംബന്ധിച്ച് പരിശോധിക്കാതെ നമുക്ക് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. പിന്നെ ഇപ്പോ സുരേന്ദ്രൻ കോട്ടത്തിന്റെ വീട്ടിനെ കണ്ടതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അതുകൊണ്ടില്ലേ പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരാളെ കാണുന്നു എന്നുള്ളതല്ലല്ലോ. ഒന്നും നമ്മളങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമല്ല. ഞങ്ങളെ ഈ ജാതിയെ സ്വീകരിക്കാനും അദ്ദേഹത്തെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് നമ്മളെ വിജയതിരുവനന്തപുരം നമ്മളെ എല്ലാവരെയും കണ്ട ആളാണ് കോട്ടയത്തിൽ. നമ്മളെന്തറിയാം, നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ല 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 മനുഷ്യന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ കൊടുക്കരുത്. പ്രത്യേകിച്ചും വിശ്വാസികളെ കുറിച്ച് തീരെ കൊടുക്കാൻ പറ്റും. 2 ബ്രാഞ്ച് കമ്മിറ്റി പൂർണ്ണമായും BJPയിലേക്ക് പോയി എന്ന് പറയുന്നത് അത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത് അതിനൊന്നും സംഭവിക്കുന്നു ഇല്ല. ഒരു ബ്രാഞ്ച് കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി എന്ന പരിപാടി പാർട്ടിയില്ല. ബ്രാഞ്ച് എന്ന് പറയും. ബ്രാഞ്ച് കമ്മിറ്റി ആണെങ്കിൽ ലോക്കലാവാം. ഒരു കമ്മിറ്റി ആണെങ്കിൽ
അപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ ഒരു പ്രാദേശികമായിട്ട് എന്താണ് നടന്നിരിക്കുന്നത് നമുക്കറിയില്ല. പരിശോധിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി ആണ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് പറയുന്നില്ല. അവസാനമായി പ്രതിപക്ഷം വലിയ അറ്റാക്കിംഗ് മോഡിലാണ്. അവർ PSC സമരം ഉയർത്തുന്നു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരദേശ മേഖലകളിൽ ജാഥ നടത്താൻ പോകുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി ആ മേഖലയിൽ സന്ദർശനം നടത്തി. സ്വാഭാവികമായി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവർ ഒരുപടി മുന്നിലെത്തിയെന്നൊരു തോന്നൽ LDF-നുണ്ടോ? ഒരു തിരിച്ചടിയാവോ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ്? LDF ഒരിക്കലും ഡിഫൻസീവ് ഗെയിമല്ല UDF-നോട് ഇടതുപക്ഷം. ഞങ്ങൾ വ്യക്തമാക്കില്ല. ഞങ്ങൾ ചോദിച്ചില്ലേ, ചോദ്യം അങ്ങോട്ട് ചോദിച്ചില്ലേ, അങ്ങോട്ട് ചോദിക്കില്ലേ ചെയ്ത്. നിങ്ങൾ ഈ BJP ഉണ്ടാക്കിയ സ്ഥിര സഖ്യം എന്ത് പറയൂ, ഉത്തരണ്ട. പ്രതിപക്ഷ നേതാവായിട്ടൊരു സംവാദം തയ്യാറുണ്ടോ? പ്രതിപക്ഷ നേതാവായിട്ട് ഇതിനെ സംവാദം നടത്തേണ്ട കാര്യം അദ്ദേഹം സ്വയം സംവാദം നടത്തി പരാജയപ്പെട്ട് നിൽക്കുക. അവിടെ കോൺഗ്രസിനകത്തുള്ള സംവാദം തന്നെ അദ്ദേഹം ജയിച്ചിട്ടില്ല. ഈ വടകരയിൽ LJDയും JDSും തമ്മിലൊരു ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. അത് ഒരു പാലാട തുടർച്ചയാകുമോ? പ്രത്യേകിച്ച് LJD തിരിച്ചു വന്ന സാഹചര്യത്തിൽ സീറ്റ്, വടകര സീറ്റ് അവർക്ക് തന്നെയാണെന്നും JDS ഇല്ലാതാവുമെന്നും ജില്ലാ പ്രസിഡന്റ് അടക്കം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെ നിലപാട്? അത് നിങ്ങൾ ഈ വടകര എന്ന് പറഞ്ഞ ഒരു കടത്തനാടാണ്. അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇടതുപക്ഷം എനിക്ക് ഭയങ്കര ഐക്യത്തിലേക്ക് ഇവിടെ ആ മുറകളൊന്നുമില്ല. ഞാൻ പത്രത്തിൽ വായിച്ചപ്പോ ആ ചോദ്യം ഇതേ ചോദിച്ചിട്ട് നമ്മൾ ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയായിരിക്കും. പിന്നെ സ്വാഭാവികമല്ലേ, സീറ്റ് മേഖല ചർച്ചകൾ പിന്നെ ഒരു തീയതി വെച്ചിട്ടല്ലല്ലോ നടക്കുന്നത്. അതിന്റെ ഇടയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. പിന്നെ അതിനുശേഷം നമ്മൾ സീറ്റ് മേഖലയിലേക്ക് ധാരണയിലേക്കും അതിനുശേഷമാണ് LDF കൂടിയത് അന്തിമമായിട്ട് പ്രോസസ്സാണ്. അതൊരു ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയിച്ച കക്ഷിയുടെ സീറ്റ് പരാജയപ്പെട്ട കക്ഷി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ? സിറ്റിംഗ് സീറ്റുകളിൽ എല്ലാ സിറ്റിംഗ് സീറ്റാണ് LDF. LDF-നെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റല്ലേ. നമ്മൾ ജയിച്ച എല്ലാം സിറ്റിംഗ് സീറ്റാണ്. പുതിയ ആളുകൾ വരുന്നു, അവരെ ഉൾക്കൊള്ളും. ഈ CPM-ലെ മൂന്നിട്ടം നിബന്ധനകളെ കർശനമായി നടപ്പാക്കുമോ? പുതിയ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് ഉണ്ടാവുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മൂന്നിട്ടം ഒരു നിർദ്ദേശത്തിലേക്ക് പാർട്ടി പോയിട്ടുണ്ടോ? പാർട്ടി ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അത് പാർട്ടിക്ക് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. സ്ഥിരമായിട്ട് മരിച്ചു പിരിയേണ്ട ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു നിലപാട് നമുക്കുണ്ട്. മറ്റേതിപ്പോ ഒരു പുതിയ സംസ്കാരമുണ്ട്. ഒരാൾ കുറെ കൊല്ലം വെക്കും, പിന്നെ അയാൾ മകൻ കൊടുക്കും. അങ്ങനെ ഒരു നിയോജകമണ്ഡലം ഏതാണ്ട് 100 കൊല്ലത്തിന് സെഞ്ചുറി അടിക്കുന്നത് വരെ പങ്കുവെച്ചെടുക്കുക എന്നുള്ളൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ അതൊക്കെ വലിയ മാത്രമായിട്ടാണ് പറയാം. പക്ഷേ ജനാധിപത്യത്തിന് ഞങ്ങൾ ആ മാതൃക പിന്തുടരുന്നില്ല. അത്രയും ഞങ്ങളിപ്പോ വിമർശിക്കണമെന്നില്ല. അപ്പോൾ ഓരോ പാർട്ടിക്കും ഓരോ രീതി, അതിനെ പിന്തുടരണ്ട എന്ന് CPM നേരത്തെ തീരുമാനിച്ചു. പാലയുടെ പാലയിലെ ജോസ് കെ മാണിയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഈ പാരമ്പര്യം തന്നെയാണല്ലോ. കാരണം അവിടെ ജയിച്ച സീറ്റ് വിട്ടുകൊടുക്കുന്നതിന് ബന്ധപ്പെട്ട തർക്കത്തിലാണ് അവസാനം മാണി സി പാർട്ടി വിട്ടു പോവുകയും വേറെ പാർട്ടി കൂടിയിലേക്ക് പോവുകയും ചെയ്തത്. CPM-നെ കുറിച്ചല്ലേ ചോദിച്ചു? അല്ലേ? അല്ല, CPM-നെ കുറിച്ച് മാത്രമല്ല, LDF-ന്റെ ജാഥയാണല്ലോ. അല്ല, അതല്ല, LDF-ന്റെ ജാഥ LDF-ന്റെ ജാഥ ക്യാപ്റ്റൻ അല്ലേ? നിങ്ങളുടെ ചോദ്യം ഏതായിരുന്നു? അല്ല, CPM-നെ കുറിച്ചാണ് ചോദിച്ചത്. അല്ല, വേറെ ചോദ്യം ചോദിക്കാമല്ലോ. അല്ല, വേറെ ചോദ്യം ചോദിക്കാമല്ലോ. ആ CPM-ന്റെ ആണോ ഇങ്ങനെ പറഞ്ഞാൽ മതി. CPM-നെ കുറിച്ച് എന്തായാലും ചോദ്യം ഇത് ഉപചോദ്യം ചോദിക്കാമല്ലോ. ബന്ധത്തെ പറ്റിയൊരു ഉപചോദ്യമാണ്. ഘടകകക്ഷികളും CPM-ഉം നിർണായകമല്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ഘടകകക്ഷി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം. അത് നമ്മൾ വേറെ കാര്യമാണ്. ഘടകകക്ഷി എന്ന് പറയുമ്പോൾ ഘടകകക്ഷിയിൽ CPM ഉണ്ട്, CPI പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ ശൈലി ജനാധിപത്യ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഈ സമൂഹത്തിന്റെ ഐക്യത്തെ നോക്കും. അത് രാഷ്ട്രീയ യോജിപ്പിന്റെ ഭാഗമാണ്. ഒരു ഘടകകക്ഷി എപ്പോഴും അതിന്റെ സ്വതന്ത്രമായ നിലപാടുകളാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ പാർട്ടികൾക്ക് അവരുടേതായ ജനാധിപത്യ പാർട്ടികൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ കൂടിയ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അപ്പോ ഈ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ല, അത്തരം പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും മറ്റ് ഇടതുപക്ഷമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും ചേരുന്നതിനുണ്ടെങ്കിൽ അതിൽ ആ പാർട്ടികൾക്ക് അവരുടെ രീതിയാണ്. നമ്മുടെ ഒപ്പം യോജിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരവരുടെ നയങ്ങളും സമീപനങ്ങളും മാറ്റുക, നിലപാടുകളും മാറ്റുക എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ നയമല്ല അവര്, നമ്മളെ സംബന്ധിച്ച് നയം കൃത്യം. അതാണ് എന്റെ ഒരു ഈ മലമ്പുഴ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഒരു താരമണ്ഡലം എന്ന് അവകാശപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് മലമ്പുഴ. അപ്പോൾ എന്തായാലും വി.എസ്. ഗവൺമെന്റിന്റെ പേര് അവിടെ കേൾക്കുന്നു. അദ്ദേഹത്തിന് അനാരോഗ്യമുള്ള കാര്യങ്ങളുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നു. മലമ്പുഴയിലേക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥി വരുമ്പോൾ സംസ്ഥാന നേതാവ് തന്നെയായിരിക്കും. ഒരു പത്രപ്രവർത്തകനോട് നമ്മളുടെ ബഹുമാന്യത വർദ്ധിക്കുകയാണ്. അവർ അപ്രിയ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, നമ്മളെ കൊടുക്കണം. അതല്ല ഞങ്ങളുടെ ആകാംക്ഷ ചോദിച്ചാൽ